അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ സഹോദരങ്ങൾക്കും സുഖമെന്ന് കരുതുന്നു. എല്ലാവർക്കും റാഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലുമുള്ള ജീവിതം തന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, മറ്റു കുടുംബാദികൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമാക്കപ്പെട്ട മാസത്തിൻ്റെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് അവരുടെ പാപങ്ങളെല്ലാം പുറത്ത് അവരെയും നമ്മെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ. പരിപാവനമായ റമദാൻ മാസത്തിലെ രണ്ടാമത്തെ 10-ൻ്റെ ആദ്യ ദിവസത്തിലാണ് നാം എല്ലാവരും ഉള്ളത്. വിട പറഞ്ഞു പോയ റഹ്മത്തിൻ്റെ 10 റഹ്മത്ത് നൽകിയവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഇപ്പോൾ നമ്മളുള്ളത് മഗ്ഫിറത്തിൻ്റെ 10-ലാണ്, അതായത് പാപമോചനത്തിൻ്റെ പുണ്യദിനങ്ങളിലാണ്. ഈ ദിനങ്ങളിൽ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്തു തരുവാൻ അള്ളാഹുവിനോട് കരഞ്ഞ് ദുആ ചെയ്യുക. അള്ളാഹു നമ്മുടെ നിയ്യത്ത് പ്രകാരം പുറത്തു തരുന്നതാണ്. കാരുണ്യവാനായ റബ്ബ് കരുണ ചെയ്യുന്നവനും അതുപോലെ പശ്ചാത്തപിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുന്നവനുമാണ്. പുണ്യമാസത്തിലെ രണ്ടാമത്തെ 10 നമുക്ക് പാപമോചനത്തിന് പ്രത്യേകമായിട്ടുള്ളതാണ്. അതിനാൽ ആ ദിവസങ്ങളിൽ പ്രത്യേകമായി അധികരിപ്പിക്കേണ്ട ദിക്റുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഈ ദിവസങ്ങളിൽ നമ്മൾ ധാരാളമായി ഇസ്തിഗ്ഫാർ ചൊല്ലുക, അള്ളാഹുവിനോട് പാപമോചനത്തിനായി തേടുക. ഈ ദിവസങ്ങളിൽ പ്രത്യേകമായി ചെയ്യേണ്ട ദിക്റ് എന്ന് പറയുന്നത് ഇതാണ്: അല്ലാഹുമ്മഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. ലോകരക്ഷിതാവായ അല്ലാഹുവേ, എനിക്ക് നീ എൻ്റെ എല്ലാ ദോഷങ്ങളും പുറത്തു തരണമേ എന്നാണ് ഈ ദിക്റിൻ്റെ അർത്ഥം. അതിനാൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ ദിക്റിനെ ധാരാളമായി അധികരിപ്പിക്കുക. ഇതുകൂടാതെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്റും നിങ്ങൾ ധാരാളമായി ഈ ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കുക. ഇത് പാപമോചനത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിനും നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടുന്നതിനും എല്ലാം കാരണമാകുന്നതാണ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്റിനെ അധികരിപ്പിക്കുന്നത്. മക്കളില്ലാത്തവർ ഒരു നിശ്ചിത എണ്ണം നിയ്യത്താക്കി ഈ റമദാൻ തീരുന്നതിന് മുമ്പ് ചൊല്ലി ദുആ ചെയ്യുക. അതുപോലെ ജോലിയില്ലാത്തവർ, പ്രയാസമനുഭവിക്കുന്നവർ, വീടില്ലാത്തവർ എല്ലാവരും ഒരു നിശ്ചിത എണ്ണം, നമുക്ക് ചെല്ലാൻ പറ്റുന്ന അത്രയും എണ്ണം നിയ്യത്താക്കി നോമ്പ് തീരുന്നതിന് മുമ്പ് തീർക്കുക. നമ്മുടെ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരും. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്റിന് ധാരാളം മഹത്വങ്ങളുണ്ട്. അതിൽ എണ്ണിപ്പറഞ്ഞ 1-2 എണ്ണമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. കുട്ടികളും അതുപോലെ സമ്പത്തും വർദ്ധിക്കുന്നതിന് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്റ് ചൊല്ലിയാൽ മതിയെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൻ്റെ പാപമോചനത്തിൻ്റെ നാളുകളിലാണ് നമ്മൾ ചൊല്ലുന്നത് എങ്കിൽ അതിനുള്ള പ്രതിഫലം ഇരട്ടിയാണ്. നമ്മുടെ പാപങ്ങൾ പൊറുക്കാനും അത് കാരണമാകും. ധാരാളം ചൊല്ലാനായി അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. നമുക്ക് ഒരു 11 വട്ടം ചൊല്ലാം. അല്ലാഹുമ്മഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. 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 അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. അടുത്ത വീഡിയോയിൽ കാണും വരെ അസ്സലാമു അലൈക്കും.
നിങ്ങളുടെ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക.